വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റിൽ താഴെ നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്താലോ. ആദ്യം ഒരു കുക്കർ വയ്ക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മുടെ പൊടിക്കാത്ത ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാമ്പും പട്ടയൊക്കെ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ നൽകും കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ സവാള പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായി വാടി വരണം കേട്ടോ. അതുവരെ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കുക്കറിലായതുകൊണ്ട് പണി എളുപ്പം തീരുകയും ചെയ്യും, എങ്കിൽ കറിയാണെങ്കിലോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതേ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നന്നായി വഴഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലപ്പൊടികളും എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മസാല നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കനും മസാലയും നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് വെച്ച ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് കുക്കർ അങ്ങ് അടച്ച് വെക്കാം കേട്ടോ. 2-3 വിസിൽ, അതിനുള്ളിൽ നമുക്ക് കുക്കർ അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ വിസിലടിച്ച ശേഷം കുക്കർ തുറന്ന് കറി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയാവുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു പാഷൻ ഫ്രൂട്ടും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി നന്നായി വറ്റി വരുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണേ.